ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ കോറമംഗലിലാണ്. കോറമംഗലിൽ ക്ലബ്ബ് പബ്ബൊക്കെ ഉള്ള ഒരു ഏരിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടല്ലോ, ബാംഗ്ലൂരെല്ലാം പിഴച്ച പിള്ളേരാണ്. അതെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്. ഈ കണക്ക് തന്നെ കമൻറ്റ് മാത്രമല്ല, നിറയെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിറയെ ആൾക്കാരുടെ ചിന്ത എങ്ങനെയാണ്. അവരോട് എനിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ ഏരിയ, അതായത് ഞാനിപ്പോൾ പോകുന്ന ഈ ഏരിയ ഒന്ന് കണ്ടിരിക്കുക. ഇവിടെ നിന്ന് വെച്ചാൽ ക്ലബ്ബ് പബ്ബ് പാർട്ടി ബാറുകൾ റെസ്റ്റോറൻറ്റുകൾ നിറയെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി അല്ലെങ്കിൽ അറിവോട് കൂടി നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ. ഇതൊന്നുമില്ലാത്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിറയെ കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഇതേവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത, അതായത് നമ്മൾ ഇതേവരെ ഒരിക്കലും ഒരു നാട്ടിലും കേട്ടിട്ടില്ലാത്ത കഥകളാണ് നമ്മൾ ന്യൂസിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും കാണുന്നത്. അവരാരും ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരല്ല, എല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പേരൻസും മക്കളും കൂടി ഇരുന്ന് കള്ള് കുടിക്കുന്ന നാട്ടിൽ. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നു, അയ്യോ ഈ കുടുംബത്തിൽ ജനിക്കാൻ പറ്റാഞ്ഞ എൻ്റെ സങ്കടമാണ്, അല്ലെങ്കിൽ ഇതേ കണക്ക് പേരൻസിനെ കിട്ടാഞ്ഞ എൻ്റെ കഷ്ടകാലമാണ്, അതേ കണക്ക് എൻ്റെ പേരൻസ് ഇതുവരെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അവരെ സപ്പോർട്ട് ചെയ്തുള്ള കമൻറ്റുകൾ കാണാറുണ്ട്. അതേസമയം ബാംഗ്ലൂരിലുള്ളൊരു കുട്ടി ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ, കള്ളു കുടിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇടുകയാണെങ്കിൽ അതിൻ്റെ താഴെ ബാംഗ്ലൂരിലുള്ളവരെല്ലാം പിഴച്ച കുട്ടികളാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെല്ലാം പിഴച്ചാണെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നാട്ടിലുള്ളവർ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ളവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പിഴച്ചാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള എല്ലാവരും നല്ലവരാണെന്നും നാട്ടിലുള്ള എല്ലാവരും പിഴച്ചവരാണെന്നും അല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളൊരു കാര്യം ചിന്തിക്കുക, ആരും പിഴച്ചവരില്ല, ചുമ്മാ നമ്മളാണ് പറയുന്നത് അവർ പിഴച്ചവരാണ് ഇവർ പിഴച്ചവരാണ്. ഒരിടത്തും അങ്ങനത്തെ ആൾക്കാരില്ല. നമ്മൾ ചുമ്മാ അതും നമ്മളല്ല, വിവരം കേട്ട കുറച്ച് ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. സോ അങ്ങനെ പറയാതിരിക്കുക. നിങ്ങൾ ഈ ഏരിയ നല്ലപോലെ കണ്ടിരിക്കുക, ഈ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക. ഇതിനകത്തെന്ന് വെച്ചാൽ ഫുള്ള് ക്ലബ്ബ് പബ്ബ് പാർട്ടി നടക്കുന്ന ഏരിയയാണ് ഞാൻ ഈ കാണിക്കുന്നത്, മനസ്സിലായോ? ഇത് ഇത്രയും ലീഗലായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട് കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നതിന് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ കള്ളു കുടിക്കുന്ന എല്ലാവരും പിഴച്ചവരാണെന്നോ അല്ലെങ്കിൽ മോശക്കാരാണെന്നോ അല്ല പറയുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഉള്ളപ്പോൾ അവർ പോയി അത് യൂസ് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല, മനസ്സിലായല്ലോ? നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് എന്തെല്ലാം കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടുത്തെ കുറച്ച് കുട്ടികളെ കണ്ട് എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ കുട്ടികൾ കുറച്ച് ഓപ്പണാണ്. അതായത് പഠിക്കാൻ വരുന്ന കുട്ടികൾ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടും. സ്വാതന്ത്ര്യം കിട്ടുന്ന അവർക്കൊരു ബോയ് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ സ്റ്റോറി ഇടും, വിത്ത് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വിത്ത് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണക്ക് തന്നെ ബ്രേക്കപ്പ് ആയാലും അവർ ആ സോഷ്യൽ മീഡിയ കൂടെ അറിയിക്കും ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്ന് കരുതിയിട്ട് അവരാരും മോശക്കാരാണെന്നല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന കുട്ടികളുണ്ട്, അവർ ഒന്നും അറിയാത്ത ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും, കണ്ടാൽ പാത്തുങ്ങളെ പോലെ ഇരിക്കും. പക്ഷേ അവർ ഇടയിൽ കൂടെ ആരും അറിയാതെ ഒരു 10 ലൈൻ വലിക്കും, അല്ലെങ്കിൽ അമിട്ട് പണികൾ കാണിക്കും. എന്നാലും നാട്ടിലുള്ളതാണ് അടിപൊളി, ബാംഗ്ലൂരിലുള്ള പിള്ളേർ പിഴച്ചതാണ് എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക്. എല്ലാവർക്കും ഞാൻ പറയത്തില്ല കേട്ടോ. അപ്പം നല്ല ചിന്താഗതി ഉള്ളവരും ഉണ്ട്. അവർ ദയവ് ചെയ്ത് എന്നെ തെറിവിളിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ എന്നെ തെറ്റാച്ച് ചിന്തിക്കരുത്. ഞാൻ ഈ കമൻറ്റ് കണ്ടപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് നിറയെ വിഷമം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നിറയെ ആൾക്കാർ പറയുന്നുണ്ട് ബാംഗ്ലൂർ പഠിക്കുന്നവർക്ക് കല്യാണാലോചന വരാൻ പാടാണ്. നിറയെ കമൻറ്റ് എൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ വന്നു. അത് കാരണമാണ് ഞാനിത് പറയുന്നത്. ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ആൾക്കാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. വേറെ ഒന്നുമല്ല, നമ്മൾ മലയാളികളെന്ന് വെച്ചാൽ ഏത് നാട്ടിലും പോയിട്ട് സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അതായത് ഇപ്പം ഏത് നാട്ടിലാണെങ്കിലും, ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിലാണെങ്കിലും നമ്മൾ മലയാളികൾ പോയി ചെന്നെത്താത്ത ഒരു സ്ഥലങ്ങളുമില്ല. അത് കണക്ക് തന്നെ വെട്ടിപ്പിടിക്കാത്തതായിട്ടൊരു സാമ്രാജ്യങ്ങളുമില്ല. എവിടെ പോയാലും ശരിക്കും തമിഴ്നാട്ടായിട്ട് പറയുന്ന കണക്ക് ഒരു നായരുടെ കട കാണും, ചായക്കട കാണും എന്ന് പറയുന്ന കണക്ക് നമ്മുടെ മലയാളീസിൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കടകൾ കാര്യങ്ങളെല്ലാം ഏത് നാട്ടിൽ പോലും കാണും. അങ്ങനെ ഈ ബാംഗ്ലൂർ നാട്ടിലും ഇപ്പം നമ്മൾ ഈ കാണുന്ന കോറമംഗലയിലും പല പബ്ബുകൾ പോലും മലയാളികളുടെയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കുറേ റെസ്റ്റോറൻറ്റുകൾ ചായക്കടകൾ അങ്ങനെ എല്ലാം മലയാളികളുടെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും ബോധം ഉദിച്ചിട്ടില്ല. അതായത് കുറച്ച് ആൾക്കാർക്ക് ആ നാട്ടിലുള്ളവർ ശരിയല്ല, ഈ നാട്ടിലുള്ളവർ ശരിയല്ല, അങ്ങനെ എന്തിനാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേറെ ഒന്നും കൊണ്ടില്ല, നമ്മൾ ആ പറയുന്ന സമയം കൊണ്ട് ഏതെങ്കിലും നാട് പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നേരത്തെ വന്നൊരു കമൻറ്റാണ്, ബാംഗ്ലൂർ നശിപ്പിക്കുന്ന നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഏറെക്കുറെ ശരിയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ബാംഗ്ലൂരിൽ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളതും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നതും നല്ല നമ്മുടെ മലയാളികളാണ്.
ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഏതൊക്കെ നാട്ടിലിരുന്ന് ബാംഗ്ലൂരിനെ കുറിച്ച് കിംവദന്തി ഇറക്കുന്ന അവരാണ് ശരിക്കും ബാംഗ്ലൂരിനെ നശിപ്പിക്കുന്നത്, അല്ലാതെ ബാംഗ്ലൂർ താമസിക്കുന്നവരോ ബാംഗ്ലൂർ ജീവിക്കുന്നവരോ അല്ല. പിന്നെ തമാശയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുറ്റം പറയുന്നവരൊക്കെ ഓൾമോസ്റ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ളവരായിരിക്കും. ഇല്ല, നിങ്ങൾ കുറ്റം പറയുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് കണ്ണുകടിയുള്ളവർ ഈ സ്ഥലത്ത് വന്നു പോയിട്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങളൊന്ന് വന്നു പോവുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു തോന്നൽ വരില്ല. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഈ സ്ഥലങ്ങൾ പറയാൻ വിട്ടുപോയി. ഇത് കോറമംഗല 4th ബ്ലോക്കാണ്, അതായത് 4th അല്ല 5th ബ്ലോക്ക് 4th ക്രോസ്. അപ്പം നിങ്ങളിത് ഈ കാണുന്ന അടിപൊളി പബ്ബുകളാണ് കേട്ടോ ഇവിടെ പബ്ബുകളും ക്ലബ്ബുകളും മാത്രമല്ല ഉള്ളത് കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളുണ്ട്, നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. അപ്പം ഈ ഏരിയയിൽ വരുന്നവർക്ക് വന്ന് നല്ല ഫുഡൊക്കെ കഴിക്കാം. അതേപോലെ തന്നെ ഫ്രൈഡേ സാറ്റർഡേ എന്ന് വെച്ചാൽ ഇവിടെ അടുക്കാൻ പറ്റത്തില്ല, നല്ല തിരക്കായിരിക്കും. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തിരക്ക് കാണും, എന്നാലും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നല്ല റഷായിരിക്കും. അപ്പം വരുമ്പം ഏഴ് ദിവസങ്ങളും നോക്കി വരിക. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നല്ല അടിപൊളി വെറൈറ്റി ചായ കോഫിയൊക്കെ കിട്ടുന്ന സ്പോട്ടുകൾ ഇതിനിടയ്ക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കള്ള് കുടിക്കണം എന്നുള്ളൊരു മാത്രമല്ല ഇവിടെ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കള്ള് കുടിക്കണം എന്നുള്ളൊരു മാത്രം വരുന്ന സ്പോട്ടല്ലത് ആർക്കും വരാം. അത് കണക്ക് നല്ല റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പ് എല്ലാം ഉണ്ട്. അപ്പം കോറമംഗല 4th ബ്ലോക്ക് വരിക, കുറ്റം പറയാൻ നിൽക്കരുത്, വന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ.